ഭർത്താവിനെയൊക്കെ അടിച്ച് ഞാൻ കുപ്പിയിലാക്കിക്കോളാം, നീ പേടിക്കണ്ട. നമുക്ക് ഞായറാഴ്ച തന്നെ പോവാം. ഭർത്താവിനെ വെട്ടിക്കുട്ടി കുക്കറിലാക്കി ഭാര്യ കാമുവിനൊപ്പം ഒളിച്ചോടി. ഈ പോലീസുകാരെ ഇപ്പൊ പെട്ടെന്ന് കൊലപാതകളെ കണ്ടുപിടിക്കുന്ന പറയുന്നത് കേരള പോലീസ് ഭയങ്കര സ്ട്രോങ് ആയിപ്പോ. ഓ ചുമ്മാതെയാ, കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. നമ്മളെ ജോർജ് കുട്ടി രക്ഷപ്പെട്ടില്ലേ? ജോർജ് കുട്ടി ആരാ? കാമുകനാ? അതല്ല, മറ്റേ ദൃശ്യ സിനിമയിലെ. സ്നേഹയെ ഇപ്പൊ വിവാഹിതമായിട്ടിരിക്കുമ്പോ തന്നെ ഒരു പ്രണയം തോന്നുക എന്ന് പറഞ്ഞാല് തെറ്റൊന്നും അല്ല. ഭർത്താവിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് പോണം. സോഹ സൺഡേ ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊന്മുടിയില് സൂയിസൈഡ് പോയിന്റിൽ പോവാം. ഇല്ല, എനിക്ക് സൺഡേ വർക്കുണ്ട്. സൺഡേ എന്തോന്ന് ഓഫീസ്? പൈസയാണ് സോന്റെ പ്രശ്നമെങ്കിൽ ഞാൻ പെട്രോൾ വെച്ചോളാം. വേണ്ട, നമുക്ക് ബസ്സിൽ പോവാം. അതാകുമ്പോ സാക്ഷികൾ കാണുമല്ലോ. ഞാനേ പാത്രമൊക്കെ കഴുകി തരാം. എന്താ പറ്റി പാത്രമൊക്കെ കഴിയുന്നു? അത് ഈ ഒരുപാട് നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഭാര്യമാരെ സഹായിക്കുന്ന. സോഹ നമുക്കൊരു വലിയ ഫ്രിഡ്ജ് മേടിക്കണം. വലുതെന്ന് പറയുമ്പോ സോഹനെക്കാളും കുറച്ചും കൂടെ പൊക്കോളാം. വേണ്ട വേണ്ട വേണ്ട, ആ ചെറിയ ഫ്രിഡ്ജ് മതിയേ. കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്ത് വെച്ചോളാം. എന്റെ ഭാര്യ വിളിച്ചോണ്ട് പൊയ്ക്കോ, എനിക്ക് കുഴപ്പമില്ല. എടാ, ഞാൻ നിന്റെ ഫ്രണ്ട് ശ്യാമ. ഇപ്പൊ അങ്ങനൊക്കെയാണല്ലോ ബെസ്റ്റ് ഫ്രണ്ടും ഭാര്യയായിട്ടൊക്കെ അവീതം. എടാ പൊട്ട, വെഡിങ് ആനിവേഴ്സറിക്ക് അവളൊരു ഗിഫ്റ്റ് വേണോന്ന് പറഞ്ഞായിരുന്നു. അതല്ല, വീതം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചല്ല. അതായിരുന്നു. അല്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് ഏതൊരു ഭർത്താവ് ഇങ്ങനൊക്കെ ചിന്തിച്ചോ? എന്റെ പൊന്ന, ഐ ലവ് യു ടു. എന്റെ ഫ്രണ്ട്സിനെല്ലാം ജോഡിയുണ്ട്, കല്യാണം കഴിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? എന്റെ ഷിപ്പൊക്കെ മുങ്ങി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ദയവേത് ചോദിക്കരുത് കേട്ടോ. അടിപൊളി. നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് എല്ലാ സിംഗിൾസിനും ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്നാ പിടിച്ച ഒരു ജോഡി ഇയറിംഗ്സ്. ഇത് കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാടാ? സുഹൃത്തുക്കളെ, ഇത് കൊടുക്കാൻ പോലും ഒരു ജോഡിയില്ല. എന്താണ് ഗിഫ്റ്റ് ആണോ? ആർക്കാ? ഒന്നുമില്ല, ഒരു ജോഡി ഇയറിംഗ്സാ. ചുമ്മാ അല്ല നീ ഇത്ര ഡള്ളായിട്ടിരിക്കുന്ന. അറിയാവാതെ ജോഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. വീണ്ടും ജോഡി? എടാ, ജോഡി ഒരു മാച്ച് മേക്കിംഗ് ആപ്പാണ്. ഡിപ്ലോമ, +2, 10th അതിന് താഴെ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് മേക്കിംഗ് ആപ്പാണിത്. ശരിക്കും? ലക്ഷക്കണക്കിന് മലയാളി പ്രൊഫൈൽസ് ഉണ്ട്. പിന്നെ ആപ്പ് മലയാളത്തിലാണ്. രജിസ്ട്രേഷൻ ഫുൾ ഫ്രീ. സൂപ്പർ ബ്രോ, ഇന്നത്തെ എന്റെ ഗുഡ് ന്യൂസ് ഇതാ. ഇപ്പം തന്നെ ജോഡി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ ജോഡി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഈ സിനിമയിലൊക്കെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അതിങ്ങനെ സ്നേഹിക്കുന്നതും കണ്ടിട്ടില്ലല്ലേ? അങ്ങനെ റിയൽ ലൈഫിൽ സ്നേഹിക്കാൻ പറ്റുന്നത്. പക്ഷെ പണി എടുത്തോണ്ടിരിക്കുമ്പോഴാ. ചായ റെഡിയാക്കുവാന്ന് പറയുമായിരുന്നു. എന്തോ തപ്പുന്ന? ഭർത്താവിനോടുള്ള ബഹുമാനം തപ്പുമായിരുന്നു. അതോ ഡസ്റ്റ്ബിൻ കിടപ്പുണ്ട്. അയ്യേ, യൂട്യൂബിൽ നോക്കിയല്ല മോളെ പാചകം ചെയ്യേണ്ടത്. നല്ല സവാള ഇങ്ങനെ കുഞ്ഞ അരിഞ്ഞിട്ടേ ലോ ഫ്ലെയിം എണ്ണയിലിടണം. എന്തെങ്കിലും മൂത്ത് ചെയ്യണം. സോഹൻ ഇതൊക്കെ ഇങ്ങനെ അറിയാം? കുറച്ചും റീൽ കണ്ടായിരുന്നു. സോഹൻ സന്തോഷത്തിലാണല്ലോ. സോ ഹാപ്പിന്റെ ഇവിടെ സവാള തീർന്നു, ഉള്ളി തീർന്നു, മലക്കറി തീർന്നു, എല്ലാ സാധനവും തീർന്നു. ആ സന്തോഷം അങ്ങ് പോയല്ലോ. ഇതൊക്കെയാണ് ഭാര്യയുടെ സന്തോഷം. സോഹ എന്റെ ടേസ്റ്റ് നോക്കിയേ. അയ്യോ, എന്റെ കയ്യിലെന്തോ കടിച്ച്. അയ്യോ, അത് ഉമ്മ വെച്ചാ വേദന മാറുവെന്നാ. അയ്യോ, എന്റെ ചുണ്ടിൽ എന്തോ കടിച്ചു കേട്ടോ. അയ്യോ, എന്റെ ബെസ്റ്റിക്ക് എന്തോ പറ്റി? ഞാൻ ഒന്ന് വെച്ചാൽ മതി. ബെസ്റ്റ് തിണ്ടി ശരിയാക്കി തരാം. നിന്റെ ഫോണിൽ കൊടുത്തേ, നിന്റെ പാസ്വേഡ് തരാം. നീ വന്നേ. നീ അവർക്ക് 2 മിനിറ്റ് കൂടുമ്പോ യു ഡിസർവ് സമൺ ബെറ്റർ എന്നൊക്കെ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്തുവാ? ബ്രോ, എനിക്ക് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം, മെന്റൽ സപ്പോർട്ട് കൊടുക്കണം, ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കണം. എന്നാൽ നീ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം. അതിനെല്ലാം ബോയ്ഫ്രണ്ട്. ചുരുക്കം പറഞ്ഞ എന്റെ ചെലവിന് നിനക്ക് രണ്ടും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? സത്യം പറ, എന്തോ നിന്റെ ആവശ്യം? എനിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല ബ്രോ. നീ പറ, എനിക്ക് മിസ്റ്റേക്ക് ഉള്ളല്ലേ, ഞാൻ നടത്തി തരാന്ന്. എന്തോ പ്രശ്നം എന്തുവാ? നിന്നെ സ്നേഹം എന്ന് വിളിക്കാൻ എന്താ അർഹതയുള്ളത്? എന്ത് അർഹതയുള്ളതെന്നാ? ഞാനിന്ന് എന്തോ ഇട്ടേക്കുന്ന? ഡ്രസ്. എന്താ ഡ്രസ്? ഡ്രസ്സിന് പേരില്ലേ? കറുപ്പ് ചുരിദാറും വെള്ള പാന്റും. എന്റെ ബ്രോ, നീല ചുരിദാറിൽ QR കോഡ് ഡിസൈൻ. അവളെ ഇന്ന് അമ്പലത്തിൽ പോയി 2 പൊട്ടിട്ടുണ്ട്. പൂക്കളം ഡിസൈനുള്ള വേറെ എന്തെങ്കിലും കളർ അറിയാമോ നിനക്ക്? കണ്ടോ എന്റെ ബെസ്റ്റ് എന്നെ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനസേ, നീ എന്നെ ശ്രദ്ധിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് എന്റെ മുടി കെട്ടി വെച്ചേക്കുവാണോ അഴിച്ചിട്ടേക്കുവാണെന്നെങ്കിലും നീ ഒന്ന് പറ. മുടി കെട്ടി വെച്ചേക്കുന്നു. എന്റെ ബ്രോ, മുടി അഴിച്ചിട്ടേക്കുന്നു. അത് ഇന്നലെ രാത്രി അവള് 0.5 സെന്റിമീറ്റർ എയർ കട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ സത്യം. നീ വന്ന് നീ അവളെ വായി നോക്കി വെള്ളം ഇറക്കിയിരിക്കത്തുള്ളൂ. അവളെ കൈ പോലും ഞാൻ തുണ സമ്മതിക്കത്തില്ലടാ. ബ്രോ, ഞാൻ പോയി തരാം ബ്രോ. ആരെയും കട്ടുറുമ്പാവ എനിക്ക് വയ്യേ. നമ്മളില്ലേ സ്നേഹം നടക്കണം കേട്ടോ. മുടി കൂടെ കട്ട് ചെയ്തോണ്ട് പോടാ. ഹായ് ബേബി. അല്ല, അമ്മ പറഞ്ഞിട്ടുണ്ടേ മൂത്തവരെ ബഹുമാനിക്കണം. 1.5 വയസ്സിന് മുമ്പിലുള്ള കളിയാക്കണം. ഞാൻ ഇനി കളിയാക്കത്തില്ല ചേച്ചി. പിന്നെ ഞാൻ ബേബിന്ന് വിളിക്കാടി മുതുക്കി. നമുക്ക് ഈ ഡാൻസ് വീൽ കളിച്ചാലോ? സോഹനോട് ഡാൻസ് കളിക്കണം കുറെ നാളോടെ വിചാരിക്കാം. ചെയ്യാനായിട്ട് ഭയങ്കര മുട്ടുവേദന. നമുക്ക് അങ്ങനെ ലോങ് റൈഡ് പോയാലോ? ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ
കുറെ നേരം ഇരിക്കും നടു പിടിക്കും എനിക്ക് ഛർദ്ദിക്കാനും വരും നൈറ്റ് സിനിമക്കെങ്കിലും പോകാൻ പറ്റൂ മൈഗ്രൈൻ ഉറങ്ങണം തണുപ്പടിച്ചാ കോച്ച് പിടിക്കുമല്ലേ എനിക്ക് അനുഭവം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം തിയേറ്ററിൽ കുറെ അനുഭവിച്ചതാ അങ്ങനെ വല്ല കഴിച്ചാലോ മസാല ദോശ ഗ്യാസ് വരും സോകാ നമ്മക്കേ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല വരുന്ന പോയാലോ തള്ള നിങ്ങളെ കുഴമ്പിട്ട് കിടത്താം ചാവാറായിട്ട് നിന്നെ കളഞ്ഞിട്ട് പോകാത്ത എന്താ അറിയോ എന്താ എന്റെ പഴയ റിലേഷൻഷിപ്പിൽ തന്നെ എനിക്ക് പെയിൻ മാത്രം കിട്ടും എനിക്ക് ഭയങ്കര പെയിൻ അങ്ങ് അങ്കിൾ ഒരു 100 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോ? അമ്മൂമ്മ ഒരു 100 രൂപ ചില്ലറ മുറുക്കാൻ കളിക്കുന്ന അമ്മൂമ്മ. പേടിക്കണ്ട നരച്ച മുടി എന്റെ അനിയത്തി മുടിയെല്ലാം പൊഴിഞ്ഞു ഒന്ന് പിച്ചിയും കൂടെ കളാം ചേട്ടാ ഇതെന്റെ അനിയൻ ചെറുക്കനാ അനിയനാ ഇവനാ ആ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ 2 വയസ്സിനാളെ തന്നെ കാട്ടി മോനെ ചേച്ചി നേരത്തെ വീട്ടിൽ കൊണ്ടാക്കണം കേട്ടാ പയ്യെ നടക്കണം കേട്ടോ കണ്ണിൽ പൊടി പോയ സോഹ കണ്ണ തുപ്പിത്തരുന്ന ആ പട്ടി പറഞ്ഞ പോലെ നീ എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്ത ഇന്നലെ രാത്രി നീ വിളിക്കാത്തോണ്ട് ഒട്ടും ഞാൻ ഉറങ്ങിയില്ല അറിയോ. രാത്രി പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയെന്ന് എന്തുവാ ആ ബട്ടൺസ് ഇട്, ആളുകൊണ്ട് എന്തോ വിചാരിക്കും. നോക്കട്ടെ ഇതിനകത്ത് എന്തോ എത്ര കാണാതിരിക്കുന്നേ. നേടാ നിനക്ക് കാമുകിയുള്ളേടാ, ഇതൊക്കെ നീ അവളടുത്ത് പോയി കാണിച്ചാ പോരെ. അവളെന്റെ സോനെ കുറിച്ച് അവവാദം പറഞ്ഞു പോവാൻ പറഞ്ഞു അവളടുത്ത്. കളിയാ നീ ഒരു പെണ്ണങ്ങാണോ ആയിരുന്നെങ്കിൽ നിന്നെ കെട്ടിയേനെ. എങ്കിൽ പോയി നീ ഓപ്പറേഷൻ ചെയ്യുന്നിട്ട് രണ്ടും കൂടി അങ്ങ് കെട്ട്. സോഹ നിന്നോടാ ഞാൻ എത്ര നാളോണ്ടേ പറയുന്നു ഹോസ്പിറ്റലിൽ പോവാൻ. നാളെ പോവാം. ഇത് ഓപ്പറേഷനിലൊന്നും നിക്കത്തില്ല. ഇങ്ങോട്ട് ഡയറിയും വിളിക്ക്. ഷുഗർ കെട്ടാ കഴിക്കത്തില്ല. അവൻ കഴിക്കും. കഴിക്കത്തില്ല. അവൻ കഴിക്കും അല്ലേടാ. അവൻ കഴിച്ചാ ഞാനും കഴിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് മാത്രം വയറ് കൂടി. എടാ ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് മാറി താനസേ. ഓ ഞാൻ മാറിയിരിക്കുന്ന എന്തിനാ? 5 മിനിറ്റ് കഴിയുമ്പോ അവൻ തന്നെ എന്റെ അടുത്തെല്ലാമെന്ന് പറയും. സോഹു സ്നേഹു സോഹു ഇതാരെ വിളിക്കും? മനസ്സ് എടാ നിനക്ക് എന്താണ് അനസേ? അവന് വെയിലത്തൊന്ന് മാറ്റി നിർത്തൂ, ഞാൻ അടിക്കും. അതാ നമുക്ക് ഈ ഏരിയ വിട്ടേ പോവാമാ ഇങ്ങോട്ട്. സോഹ വണ്ടി ഞാൻ ഒട്ടിക്കാം. വേണ്ട, ഞാൻ പൊന്നെ പോലെ നടക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ വണ്ടി കൊടുക്കത്തില്ലല്ലേ? അല്ലെ ഒരു മിനിറ്റ്, ഞാൻ അപ്പുറത്തൊന്ന് പോയിട്ട് വരട്ടെ. അല്ലെ പെട്ടെന്ന് വരണം കേട്ടോ, ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോണേ. അന്ന റൂം എടുത്തിന് ഒരു തെണ്ടികളെയും പേടിക്കണ്ടല്ലേ. നീ എന്തിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന? അല്ല ഒളിക്യാമറ ഉണ്ടോ നോക്കുക. എന്റെ സോഹനെ എനിക്ക് സേഫ് ആക്കാം. രണ്ടുപേരെ ഞാൻ കിഡ്നാപ്പ് ചെയ്തേക്കുക. ഓ മൈ ഗോഡ്, എടി കിഡ്നാപ്പർ ചേട്ടന് നല്ല ഹൈറ്റ് ഉള്ളതാണ്. കിഡ്നാപ്പർ ഞാൻ നോക്കി വെച്ചേക്കും. അളിയ കണ്ണ് കെട്ടിയിട്ട് ഇവളുമാരിങ്ങനെ കെട്ടങ്ങനെ അയച്ചു വിട്ടാനുള്ള അവസ്ഥ ആലോചിച്ചു. ചേട്ടാ മറ്റേ ടൈപ്പ് കിഡ്നാപ്പർ ആണോ? മറ്റേ ടൈപ്പ് കിഡ്നാപ്പറാ? സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. ഞങ്ങൾ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ഒന്നും അല്ല, ഹോട്ട് ആൻഡ് സ്പൈസിയാ. സ്പൈസി ഒന്ന് പോ ചേട്ടാ, ഞങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ട്. 50 Shades of Grey, 365 Days. അതിലാണ് നമുക്ക് പാടെ. നമ്മൾ സിനിമ കാണാറില്ല. കെട്ടിയിട്ടോട്ടാന്ന് രണ്ടത്തെ മൂട് മാറി. ഹായ് ചേട്ടാ. ഇതല്ല പടം, കൈ തത്തിട്ട്. ചേട്ടാ നമ്മള് മൂന്നാറിലോട്ടാണ് പോകുന്നേ. ചേട്ടാ മങ്കിയപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. കൂടെ ടൂറിന് വന്ന എല്ലാം കൂടെ. ചേട്ടാ ചേട്ടാ പറപ്പിച്ച വീട്. ഇവനെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിക്കും. നേരെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ചേട്ടാ എന്റെ ഈ സൈഡേ എന്റെ ഈ സൈഡ് ഞാൻ അപ്പുറത്തേക്ക്. രണ്ടിനെ ഞാൻ ഗോഡൌണിൽ പിടിച്ച് പൂട്ടിയിടും, പിന്നെ പുറലോകം കാണത്തില്ല. വൈഫൈ ഉണ്ടോ അവിടെ? ഫ്രീ വൈഫൈ, ഫ്രീ ഫുഡ്. വീടിനൊന്നും റെന്റ് കൊടുക്കണ്ട. കൊറേ അവരാധി പെമ്പിളാരുണ്ട്, അവളുമാരെ ആരെയും കാണും. അളിയ ഇതിനാണോ തലയിലാവുക എന്ന് പറയുന്നു. ചേട്ടാ വാ, നമുക്കൊരു സെൽഫി എടുക്കാം. അൽക്കതേ പോരുന്നിട്ട് പൂക്കയാടാ പട്ടി. അച്ഛനെ വിളി. ചേട്ടാ ഞങ്ങളെ ബാറിനകത്തുനിന്ന് കിട്ടിയെന്ന് പറയല്ലേ? കോളേജില് ക്ലാസിന്റെ അകത്തുനിന്ന് പൊക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ മതി. ഹലോ, നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു 5 ലക്ഷം രൂപ കൊണ്ടു. 5 പൈസ തരത്തില്ല. ഒരു പണിയെടുക്കാതെ വീട്ടിൽ തിന്നുമെടുത്ത് കിടക്കുക. എന്റെ പൈസ മുടിപ്പിക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടു. വേറെ ആരാ ഉള്ള? കാമുകനുണ്ട്. ഹലോ, നിങ്ങളുടെ കാമുകയെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. താങ്ക് യു ബ്രോ, ലവ് യു. 5000 രൂപ ആണെങ്കിൽ അങ്ങോട്ട് അയച്ചുതരാം. അവളെ ഫോൺ കൊടുക്കല്ലേ, വിളിച്ചു എന്നെ കൊല്ലും ബ്രോ. ഒരു സന്തോഷ വാർത്ത, കുട്ടി വെറുതെ വിട്ടിരിക്കുന്നു. കുട്ടി വീട്ടിൽ പോയി വന്ന ചേട്ടാ എന്നെ കിഡ്നാപ്പ് ചെയ്ത എന്നെ ഒന്ന് കാണാൻ കൊള്ളത്തില്ലേ? എന്റെ ഡ്രസ്സ് കൊള്ളത്തില്ലേടി? അല്ലെങ്കിൽ ഇവിടെ കാട്ടി എന്നെ കാണാൻ കൊള്ളാലോ. പിന്നെ ഒരുമാതിരി ഫോറിൻ പറ്റിയിട്ട് മോന്റെ ബംഗാളിയുടെ മുടിയും കൊണ്ട് നടക്കുക. അയ്യോ ഒരുമാതിരി മുതുക്കിയുടെ മോന്റെ ക്യൂട്ട്നെസ് വരെ നടക്കില്ല. ആണുങ്ങളെ കിഡ്നാപ്പ് ചെയ്യാം. ചേട്ടന്മാരോട് പോവാ. ചിലപ്പോ മോമോസ് ലേസും ഒക്കെ മേടിക്കാൻ പോവായിരിക്കും. ചേട്ടാ ഒരു കിൻഡർ ജോയ്, ഒരു പെപ്സി. ഭയങ്കര കാറ്റടി പറന്നുകൂടി നീ. ചോറ് കഴിച്ചില്ലെങ്കിൽ ഇതോ ഒരു ചേച്ചിയെ പോലെ ആയിപ്പോവും. അമ്മച്ചെ കാണാൻ നല്ല വീപ്പക്കുറ്റി പോലെ ഉണ്ടല്ലേ. ഒരു പണി എടുക്കാത്ത ഫുൾ ടൈം തീറ്റി മാത്രമേ ഉള്ള. എല്ലാത്തിനും നോക്കിക്കോ. ഞാൻ ഒരു ദിവസം എയർ ഹോസ്റ്റസ് ആയിട്ട് ഒട്ടിക്കിടക്കുന്ന ബോഡിക്കോൺ ഡ്രസ് ഇട്ട് ഇതുവഴി സെക്സി ആയിട്ട് നടക്കും. ഒട്ടിക്കിടക്കണമെങ്കിൽ നീ സ്ട്രോയ്ക്കകത്ത് എറിയും. കളിയാക്കുന്നാടാ നീ എന്നെ? കളിയാക്കുന്ന മോളെ നിന്നെ എയർപോർട്ടിൽ കയറ്റുമെന്നുള്ള സംശയം. അതെന്ത് സോഹ? ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഭയങ്കര കാറ്റാടി. നീ പേപ്പർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറന്ന് നടക്കും. സോഹ മോളെ നീ ആകാശത്തുള്ളതൊക്കെ വിട്ടുപിടി. എന്നിട്ട് കടലിലുള്ള നോക്ക്, അവൻ വെള്ളത്തിൽ പൊങ്ങി കിടക്കാമല്ലോ.
എന്തുവാ സോഹാനോ ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ട് 1 കിലോ കൂട്ടിയത്. അത് സങ്കടത്തോടെ പറയുന്നില്ല, സന്തോഷത്തോടെ പറയൂ. അത് പിറ്റേന്ന് ഒരു പനി വന്നപ്പോ 2 കിലോ ആയിട്ട് കുറഞ്ഞു. അനങ്ങല്ലേ, അത് ആലോചിക്കുക. ചോര എടുക്കണോ അതോ കൊടുക്കണോ? സോഹ, ഞാൻ എന്താ തടി വെക്കാത്തേന്ന് അറിയോ? എല്ലാരും എന്നെ കണ്ണു വെക്കുവാ. കണ്ണി പെടുന്നില്ല, ദൂരെ നോക്കുമ്പോ ഒരു വരയാ, പിന്നെ കണ്ണു വെക്കാൻ പോന്നു. ആ കളിയാക്കല്ലേ, തടിയില്ലാത്ത പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് അറിയാവോ? പിന്നെ ഇഷ്ടം പോലെ അഡ്വാൻറ്റേജ് ഇല്ലേ, ഭൂമിക്ക് ഭാരമാക്കും എന്നുള്ള ഡയലോഗ് കേൾക്കണ്ടല്ലോ. കൈയൊടിഞ്ഞ് എക്സ്റേ എടുക്കണം. നോക്കണം. ഒന്നും എടുക്കണ്ട, ഒരു എക്സ്റേ എടുക്കണ്ട, ഒരു കുഴപ്പമില്ല. എല്ലാം എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം.